തലഭാഗം ആദ്യം കണ്ടെത്തുന്നു. പിന്നീട് ഇപ്പോൾ ആ മൃതദേഹം പൂർണ്ണമായി തന്നെ നേരത്തെ അരുൺ തന്നെ പറഞ്ഞതുപോലെ കൂടുതൽ കേടുപാടുകളില്ലാതെ ആ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നത്. ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ സജ്ജമാണ്. അതിനുശേഷം ഇനി ആംബുലൻസ് ഉണ്ട്. ഇപ്പോൾ പക്ഷേ 7-ാം തീയതിയാണ് ഈ സംഭവം എന്നറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടിയും ഒരുപാടങ്ങ് വല്ലാതെ ജീർണിച്ചു പോകാനുള്ള സമയമായിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വിജയലക്ഷ്മി തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും DNA പരിശോധന ആത്യന്തികമായത് വേണം. തെളിവ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. തുടരുന്നു. അരുൺ, ഇവിടെ നമുക്ക് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ മണ്ണിൻ്റെ മുകളിൽ ഒരു സിമൻ്റൊക്കെ കാണുന്നുണ്ട്. എന്തിനുള്ള ശ്രമം ഇയാൾ കാണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺക്രീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബോഡി കുഴിച്ച ആളുമായി ഇപ്പോൾ സംസാരിക്കുകയാണ്. അയാൾ അതിനോട് പറഞ്ഞത് ഇതിന് മേളിൽ ചെറിയ തോതിൽ ഒരു ലെയർ കോൺക്രീറ്റ് ഇട്ടിരുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇദ്ദേഹമാണ് ഈ സ്ഥലത്ത് നിന്ന് പോലീസിനെ സഹായിക്കുകയും ഈ സ്ഥലത്ത് നിന്ന് ബോഡി വീണ്ടെടുക്കുകയും ചെയ്തത്. ചേട്ടാ, ഈ ബോഡി പൂർണ്ണമായിട്ട് എടുത്തോ? പുറത്തെടുത്തിട്ടുണ്ട്. ചെറിയ തോതിൽ കോൺക്രീറ്റ് ഉണ്ടായത്. ദൃശ്യങ്ങളുടെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ തേടിയത്. എന്തായാലും ബോഡി പൂർണ്ണമായും പുറത്തേക്ക് എടുത്തു എന്ന് അയാൾ ഉറപ്പിക്കുന്നു. ഇദ്ദേഹമാണ് പോലീസിനെ സഹായിച്ചത്. ഈ സ്ഥലത്ത് നിന്ന് ബോഡി വീണ്ടെടുത്തത് നമുക്ക് മുമ്പിൽ ഇപ്പോൾ സംസാരിച്ച അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് ബോഡി പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിഞ്ഞു. മുകളിൽ കോൺക്രീറ്റ് ലെയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വിവരങ്ങൾ പൂർണ്ണമായും നമുക്ക് ലഭിച്ച വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ച വിവരങ്ങൾ അത് പൂർണ്ണമായും ശരിവെക്കുന്നതാണ്. സംഭവ സ്ഥലത്ത് അതുമായി ബന്ധപ്പെട്ട് പോലീസിനെ അസിസ്റ്റ് ചെയ്തവർ, സഹായിച്ചവർ അടക്കം ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരികയും ചെയ്തു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്ഥലത്ത് പൂർണ്ണമായും ആ ബോഡി കണ്ടെടുക്കാൻ കഴിഞ്ഞുവെന്ന ആ പോലീസിനെ സഹായിച്ച ആ വ്യക്തി ഇപ്പോൾ നമ്മളോട് പറഞ്ഞു. അതേപോലെ കോൺക്രീറ്റ് ലെയർ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഹാഷ്മി. ആദ്യ ദിവസം ഈ മൃതദേഹം കുഴിച്ചിട്ടപ്പോൾ ഈ മണ്ണിൽ കണ്ട ഒരു വിള്ളൽ, ആ വിള്ളൽ അയാൾക്ക് സംശയമുണ്ടായി. താൻ പിടിക്കപ്പെടുമോ എന്ന സംശയം പ്രതിക്കുണ്ടാക്കി. അതേ തുടർന്ന് കൂടുതൽ മണ്ണ് ഈ സ്ഥലത്ത് അയാൾ നിക്ഷേപിച്ചു. പിറ്റേ ദിവസവും അവിടെ നായി എത്തി ഈ മണ്ണ് മാന്തുന്നത് കണ്ടപ്പോൾ അയാൾക്ക് കൂടുതൽ സംശയമുണ്ടായി. ആ സംശയത്തിന്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടുമോ എന്ന വീണ്ടും ഒരു ആദ്യത്തെ തുടർന്നാണ് അയാൾ വീണ്ടും ഈ സ്ഥലത്ത് കോൺക്രീറ്റ് മിശ്രിതം ഈ സ്ഥലത്ത് മാത്രമായി ഇട്ടത്. പക്ഷേ പോലീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഈ സ്ഥലത്ത് എമ്പാടും പരിശോധന നടത്തിയ ഘട്ടത്തിൽ പോലീസിന് ഒരിക്കൽ പോലും ഇത്തരം ഒരു സംശയം ഇല്ലാതെ പോയില്ല. പോലീസ് ആ സംശയം കൂടി കണ്ടെത്തിക്കൊണ്ടാണ് അന്വേഷണം തുടർന്നത്. പക്ഷേ ഈ സ്ഥലം എവിടെയെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ മാർക്ക് ചെയ്യാനോ പോലീസിന് കഴിഞ്ഞില്ല. ഇന്ന് മാത്രം പ്രതി ആ കുറ്റസമ്മതം നടത്തിയതോടെയാണ് കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. പോലീസിന് എന്തായാലും ഈ പ്രതിയിലേക്കും ഈ മൃതദേഹമടക്കം കണ്ടെത്താൻ കഴിഞ്ഞത് അന്വേഷണത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിന് അഭിമാനിക്കാവുന്ന, കേരള പോലീസിന്റെ ഈ അന്വേഷണ ചരിത്രത്തിൽ പുതിയൊരു പൊന്തൂവൽ എന്ന് പറയാവുന്ന ഒരു കേസാണ്. ഈ പരാതിയുണ്ടായി, ഒരു മിസ്സിംഗ് പരാതിയിൽ തുടങ്ങിയ അന്വേഷണം അത് കൊലപാതകമാണെന്ന് തെളിയുന്നു. ആ പ്രതിയിലേക്ക് എത്തുന്നു. പ്രതിയെ പിടികൂടുന്നതിലടക്കം പോലീസ് കാണിച്ച നിതാന്ത ജാഗ്രത, പോലീസ് കാണിച്ച അന്വേഷണ മികവ്, അതിനെ അഭിനന്ദിക്കാതെ വയ്യ. അതിനുശേഷം പ്രതിയെ കൊണ്ട് കുറ്റം സമ്മതിക്കുകയും ആ തെളിവുകളടക്കം പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ഈ കേസിന് ചെറുതല്ലാത്ത ഒരു പിൻബലം, ചെറുതല്ലാത്ത ശക്തി പോലീസിനെ സംബന്ധിച്ച് നൽകുന്നതാണ്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് 100,000 സല്യൂട്ട്, യാതൊരു സംശയവുമില്ല. കാരണം ഇത്തരമൊരു ആസൂത്രണം ചെയ്തൊരു കൊലപാതകം, ആ ആസൂത്രണം ചെയ്ത കൊലപാതകത്തിൽ ഇത്ര വേഗത്തിൽ, ഇത്ര പരാതി ലഭിച്ച മണിക്കൂറുകൾക്കകം അന്വേഷണം തുടങ്ങി ആ പ്രതിയിലേക്കും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൂർണ്ണമായി കണ്ടെടുക്കാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മൃതദേഹം അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അരുൺരാജാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ പറയുന്ന സ്ഥലത്താണ്, ഈ പറയുന്ന പ്രേക്ഷകർ ഈ കാണുന്ന സ്ഥലത്താണ് വിജയലക്ഷ്മിയുടെ മൃതദേഹം ജയന്തന് കുഴിച്ചിട്ടിരുന്നത്. അങ്ങോട്ടേക്ക് പോലീസ് എത്തിയ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മൃതദേഹം പൂർണ്ണമായി പുറത്തേക്കെടുക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അധികം കേടുപാടുകൾ വന്നുകൂടാ. അത് അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലപാതക കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മൃതദേഹം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ആ തെളിവ് എന്തായാലും പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് കേസ് അന്വേഷണം ഇതുവരെ ഏറ്റവും ശക്തമായും ഏറ്റവും ഫുൾ പ്രൂഫായി മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ജയേന്ദ്രൻ പ്രവോക്ഡായി, അല്ലെങ്കിൽ ഒരു പ്രകോപനത്തിൽ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ വിജയലക്ഷ്മിയെ ഒരു പ്രകോപനത്തിൽ കട്ടിംഗ് ബ്ലേഡ് എടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അല്ല, അതിനപ്പുറം ഈ വിളിച്ചു വരുത്തിയതിൽ ഒരു കൊലപാതകത്തിൻ്റെ ആസൂത്രണവും പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അത് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ പോലീസിന് മനസ്സിലാവുക. എന്തായാലും കരൂരിൽ ഒരു അരുംകൊല നടന്ന വാർത്ത 24 ആണ് കേരളത്തെ അറിയിച്ചത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നു, കേൾക്കുന്നു. ഈ സ്ഥലത്ത് ഈ വിൻഡോയിൽ, നമ്മുടെ സ്ക്രീനിൽ 2 വിൻഡോയിൽ കാണുന്ന ഒരു ഭാഗത്ത് കാണുന്ന ആ സ്ഥലത്താണ്
തെങ്ങിൻ തൈകൾ നട്ടിരിക്കുന്ന ആ സ്ഥലത്താണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. മൃതദേഹം കുഴിച്ചിട്ട ശേഷം ഇയാൾ ആ മേഖല നിരീക്ഷിക്കുന്നു. അവിടെ നായ്ക്കൾ വന്ന് മാന്തുന്ന ശ്രദ്ധയിൽപ്പെട്ട ഇയാൾ അതിന് മുകളിൽ കൊണ്ടിട്ടതാണ് ഈ പറയുന്ന കോൺക്രീറ്റ് പൊടിയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് മിശ്രിതമോ എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതോ അതിനപ്പുറമുള്ള ഉദ്ദേശം അയാൾക്കുണ്ടോ എന്നൊക്കെ പറയേണ്ടത് എന്തായാലും പോലീസാണ്. ആദ്യഘട്ടത്തിൽ ജയേന്ദ്രൻ സമ്മതിച്ചിരുന്നില്ല, താനാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് എന്ന കാര്യം സമ്മതിച്ചിരുന്നില്ല. അയാൾ ഉരുണ്ട് കളിച്ചു. കൃത്യമായി തന്നെ ഈ പറഞ്ഞ കോൾ ഈ CDR ഫോൺ വിളികളുടെ പരിശോധന ഇതൊക്കെ വെച്ച് ചോദ്യം ചെയ്യലിലാണ് അയാൾ സമ്മതിക്കുന്നത്. ഇയാൾ വിജയലക്ഷ്മി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് ഈ കൃത്യമായ ആ ഫോണിൽ നിന്ന് തന്നെ ജയേന്ദ്രൻ ബസ്സിൽ ഉപേക്ഷിച്ച് ആ ഫോണിൽ നിന്ന് തന്നെ പോലീസിന് കൃത്യമായ കാര്യങ്ങൾ കിട്ടി. എന്തായാലും ജയേന്ദ്രന് എതിരെ തെളിവായത് അയാൾ തന്നെ ചെയ്ത ഒരു ഒരു അതിബുദ്ധി എന്നൊക്കെ പറയുന്ന രീതിയിൽ അയാൾ തന്നെ ചെയ്ത ഒരു ക്രിയയാണ് അയാൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്നത്. അയാൾ ഈ ഫോൺ കൊണ്ട് കൊച്ചിയിലെത്തിച്ച് അല്ലെങ്കിൽ കൊച്ചിയിൽ കൊണ്ടുവന്ന് കണ്ണൂരേക്കുള്ളൊരു KSRTC ബസ്സിൽ ഈ ഫോൺ ഉപേക്ഷിക്കുക വഴി വിജയലക്ഷ്മി കണ്ണൂരിലേക്ക് പോയി എന്ന് വരുത്തി തീർക്കാനുള്ളൊരു നീക്കമായിരുന്നു, ഒരു ഗൂഢനീക്കമായിരുന്നു ഫോൺ കൊണ്ട് ബസ്സിൽ ഉപേക്ഷിക്കാൻ കാരണമായത്. പക്ഷേ അത് തിരിച്ചടിച്ചു. അതിന് കാരണം ആ ബസ്സിലൊരു യാത്രക്കാരി ഈ ഫോൺ എടുത്ത് കണ്ടക്ടർ കൈമാറി. കണ്ടക്ടർ ഈ ഫോൺ പോലീസിന് കൈമാറി. ഫോൺ പരിശോധനയിലാണ് 6-ാം തീയതി ഈ വിജയലക്ഷ്മി കാണാനില്ല എന്ന മട്ടിൽ എന്ന് കാണിച്ച് ബന്ധുക്കൾ അവിടെ പരാതി നൽകിയിരുന്നു. ആ പരാതിയും എന്തായാലും ഇത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് സഹായകരമായി. ഇനിയിപ്പോൾ DNA പരിശോധന അടക്കമുള്ള അതിൻ്റെ വ്യവസ്ഥാപിത അന്വേഷണ മുറകൾ തന്നെയാണ്. ഫോറൻസിക് വിദഗ്ധരടക്കം അവിടെ സ്ഥലത്തുമുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നു. എന്തോ പറഞ്ഞുള്ള വഴക്കിൽ പ്രൊവോക്കേഷനിൽ പെട്ടെന്നൊരു പ്രകോപനത്തിൽ ഈ കട്ടിംഗ് ബ്ലെയർ എടുത്ത് തലക്കടിക്കുന്നു, കൊല്ലപ്പെടുന്നു വിജയലക്ഷ്മി. അതിനുശേഷം അയാൾ കുഴിച്ചിടുകയും അത് കവറപ്പ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ആ രീതിയിലാണോ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി? അത് പോലീസ് പൂർണ്ണമായി മുഖവിലക്കെടുക്കുകയാണോ മനീഷ്? ായിരിക്കാം ആ തരത്തിലുള്ള മൊഴികൾ പുറത്തു വരുന്നുണ്ട്. ഇനി അഥവാ ഇതല്ലെങ്കിൽ, അതായത് പെട്ടെന്നുള്ള പ്രകോപനം, ഇയാൾ നന്നായി മദ്യപിക്കുന്ന ആളാണെന്ന് കൂടി പരിസരവാസികൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മദ്യലഹരിയിൽ കൂടെ ആണെങ്കിൽ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കയ്യിൽ കരുതിയ ഒരു ആയുധം കൊണ്ട് തലക്കടിച്ചോ അല്ലെങ്കിൽ പെട്ടെന്ന് കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസിയുടെ സുനിമോളുടെ, അതായത് ഈ ജയചന്ദ്രന്റെ ഭാര്യ സുനിമോളുടെ മൊഴി കൂടി ശേഖരിക്കുന്നുണ്ട്. അതായത് ഇവർ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള സാമ്പത്തിക ബന്ധം കൂടിയുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം 2 വർഷമായി തന്നെ നേരത്തെ ജയചന്ദ്രന്റെ ഭാര്യ സുനിമോൾക്കറിയാം. അങ്ങനെ സാമ്പത്തിക ഇടപാടുകളിൽ തർക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബന്ധം പാടെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് ജയേന്ദ്രൻ പലതവണ സുനിമോളോട് പറഞ്ഞിരുന്നു. ഒരു തരത്തിൽ ഈ ബന്ധം തുടർന്നു പോകുന്നതിൽ ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് സുനിമോളും അത്തരം ബന്ധത്തിന് ഒരു പരിധിക്കപ്പുറം അത് ഒഴിവാക്കാനായി പറഞ്ഞിരുന്നില്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ആസൂത്രണത്തിന്റെ സാധ്യത കൂടിയുണ്ട്. കാരണം അത്തരം സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ ഇതിനു മുൻപും ഈ വീട്ടിൽ പലതവണ വിജയലക്ഷ്മി എത്തിയിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള മൊഴി കൂടിയുണ്ട്. പക്ഷെ നാട്ടുകാരും കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ഭാര്യ സുനിമോൾ വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീയാണ്. അവർക്ക് ഒത്തിരി കടങ്ങളുണ്ട്. ഈ വീട് വെച്ചതും സർക്കാരിന്റെ പണം കിട്ടിയിരുന്നെങ്കിലും കൂടുതൽ പണം അല്ലാതെ കടം വാങ്ങിയൊക്കെയാണ് ഈ തീരദേശത്ത് താമസിച്ചിരുന്നത്. ഇവർ പിന്നീട് കുറച്ച് മാറി ഒരു നല്ലൊരു വീട് പണിയുന്നത്. അങ്ങനെ ഒത്തിരി കടങ്ങളുണ്ട്. അങ്ങനെ ഈ ഭർത്താവ് ജയചന്ദ്രൻ എപ്പോഴും പക്ഷേ മത്സ്യത്തൊഴിലാളി ആണെങ്കിലും എപ്പോഴും ബോട്ടിൽ പോകാറില്ല. പണി നല്ല ഉള്ള സമയത്ത്, അതായത് വലിയ മീനൊക്കെ ഉള്ള സമയത്താണെങ്കിലും അയാൾ ഈ കടലിൽ പണിക്ക് പോകാറില്ല. ഒപ്പം തന്നെ മറ്റുള്ള ആളുകളുമായി തന്നെ വലിയ സഹവാസവും കുറവാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് കടലിൽ പോകുമ്പോൾ തന്നെ കൂട്ടമായി പോകുന്നവരുടെ കൂട്ടത്തിൽ പോകാറില്ലെന്നു കൂടിയാണ്. അങ്ങനെ സ്വഭാവ ദൂഷ്യം പറയുന്നത് ക്രിമിനൽ പശ്ചാത്തലത്തിനപ്പുറം ഇത്തരം സ്ത്രീകൾ വിഷയമായിട്ടുള്ള ബന്ധവും അയാൾക്കുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ ഈ കരൂർ ഈ സ്ഥലത്തെ സംബന്ധിച്ച് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വലിയ ഞെട്ടലാണ്. അങ്ങനെ ഒരു ശാന്ത പ്രദേശമാണ്. അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കൊലപാതകമോ അടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ശാന്തമായ ഒരു പ്രദേശമാണ്. അവിടെ ഇങ്ങനെ നാടിനെ നടക്കുന്ന കൊലപാതകം, അതും തങ്ങളുടെ മുമ്പിൽ കൂടി ആരോട് മുഖത്ത് പോലും നോക്കാതെ, ആരോട് ഒരു വഴക്കിന് പോലും പോകാത്ത ശാന്ത സ്വഭാവമായി നടക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ ശേഷം അത് കുഴിച്ചു മൂടി അത് തെളിവ് നശിപ്പിക്കാനടക്കമുള്ള പല കാര്യങ്ങളും ചെയ്തു എന്നത് നാട്ടുകാർക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആലപ്പുഴയെ സംബന്ധിച്ച് ഇത് 5-ാമത്തെയോ 6-ാമത്തെയോ സംഭവമാണ്. ഞാൻ ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷം ഇത് ആ രീതിയിൽ
രീതിയിൽ ഇങ്ങനെ കൊലപാതകം നടത്തി കുഴിച്ചു മൂടിയ സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നുണ്ട്. അത് പ്രായഭേദമന്യേ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. അതിൽ അന്വേഷണ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന ആലപ്പുഴയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ കൂടുതലുണ്ടാകാൻ കാരണം ഈ മണൽ ആയതുകൊണ്ട് പെട്ടെന്ന് ഒരാളുടെ സഹായമില്ലാതെ ഒരാൾക്ക് തന്നെ പെട്ടെന്ന് കുഴിയെടുക്കാൻ സാധിക്കും. മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ അത് ചെങ്കല്ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ണാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കുഴിയെടുക്കാൻ സാധിക്കില്ല. ഇത് കുഴിച്ച് ഇട്ടാലും വീണ്ടും കുഴിയിൽ നിന്ന് എടുക്കാനും എളുപ്പമാണ്. അത് പെട്ടെന്നൊന്നും ദൃഢപ്പെടില്ല. അങ്ങനെയുള്ള സാധ്യതകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആലപ്പുഴയുടെ മണ്ണിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഈ കൊലപാതകം നടത്തിയ ശേഷം പെട്ടെന്ന് ഈ കൊല നടത്തിയ പ്രതികൾക്ക് അല്ലെങ്കിൽ ഈ ക്രിമിനലിന് പെട്ടെന്ന് ഇന്നൊരു ബുദ്ധി തോന്നാനുള്ള കാരണം. ഇത് പക്ഷേ സ്വന്തം പറമ്പിൽ കൂടിയല്ല, തൊട്ടപ്പുറത്ത് മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയായ ഒരു വീട് ഉയരേണ്ട ഒരു സ്ഥലത്തിന്റെ ആ പറമ്പിൽ തന്നെ ബുദ്ധിപരമായി അവിടെ കുഴിച്ചു മൂടി പിന്നീട് ആ സ്ത്രീയുടെ വസ്ത്രങ്ങൾ മറ്റു സ്ഥലത്ത് ഇതൊരു ജനവാസ മേഖലയാണ്, തീർത്തും ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല. ഇത് തീർത്തും ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല, ഇതൊരു ജനവാസ മേഖലയാണ്. അടുത്ത് വീടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയർ കൊണ്ട് അടിച്ചു കൊല്ലുകയും അതിനിപ്പുറത്ത് ഒരു സ്ഥലത്ത് അത് വളരെ കംഫർട്ടബിളായി കുഴിച്ചിടുകയും ഒക്കെ ചെയ്തു. ഇതൊന്നും ആരും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ അത് അവിശ്വസനീയമാണ്.